വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ OETയുടെ വീഡിയോയിൽ ലിസണിങ്ങിന്റെ പാർട്ട് സിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏതാണ് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്നും എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കൊടുക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ലിസണിങ്ങിന്റെ സി പാർട്ടിൽ മാത്രമല്ല റീഡിങ്ങിന്റെ സി പാർട്ടിലും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഏതാണെന്നും എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കൊടുക്കുന്നതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Jane suggests that one mistaken belief regarding ear infections is that ജെയിൻ്റെ അഭിപ്രായത്തിൽ ഇയർ ഇൻഫെക്ഷനെ കുറിച്ചുള്ള ഒരു മിസ്റ്റേക്കൺ ബിലീഫ് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നൗ ദർ ഇസ് ഓൺലി വൺ വയബിൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. വയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സക്സസ്ഫുൾ എന്നൊരു മീനിങ് ആണ്. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് മിസ്റ്റേക്കൺ ബിലീഫ് എന്ന് ഓഡിയോയിൽ പറയണം. ഓർ റെഫറൽ ടു എ സ്പെഷ്യലിസ്റ്റ് ഇയർ ക്ലിനിക് ഈസ് നെസസറി. അതായത് ഒരു സ്പെഷ്യലിസ്റ്റ് ഇയർ ക്ലിനിക്കിലോട്ടുള്ള ഒരു റെഫറൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു മിസ്റ്റേക്കൺ ബിലീഫ് എന്ന രീതിയിൽ പറയണം. ദ കണ്ടീഷൻ വിൽ ഇൻവേരിയബ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എവറി ടൈം അല്ലെങ്കിൽ ഓൾവേസ് എന്നുള്ളതാണ്. സോ എല്ലാ സിറ്റുവേഷനിലും ഈ കണ്ടീഷന് എന്തുണ്ട്, ഹാവ് സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ഏതാണെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, Today I'm talking to an ENT clinic nurse called Jane Sanders, and our subject is ear infections. Jane, you must see plenty of examples of ear infections, either actual or suspected, among the patients in your clinic. Well, yes. Although the patients we see do tend to have more serious problems with their ears, as their GPs will have usually referred them to us if there are complications. But inner ear infections are quite common amongst the general population, particularly in relation to colds and flu, and they can be very painful and produce discharge from the ear. So they do look alarming, and people always immediately assume they're serious. But patients also tend to assume there's nothing they can do themselves about the infection and that they need antibiotics. Whereas, in fact, many infections clear up by themselves after about 3 days. The symptoms can be alleviated with painkillers and warm flannels on the ear, for example. Although antibiotics might be given if the infection persists or there are other symptoms such as a fever or discharge from the ear. സോ ഓഡിയോ എല്ലാവരും കേട്ട് കാണുമല്ലോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ജെയിൻ സജസ്റ്റ് ദാറ്റ് വൺ മിസ്റ്റേക്കൺ ബിലീഫ് റിഗാർഡിംഗ് ഇയർ ഇൻഫെക്ഷൻ ഈസ് ദാറ്റ് എന്നാണ്. സോ ഇയർ ഇൻഫെക്ഷനെ കുറിച്ചുള്ളൊരു തെറ്റായ ധാരണ, ഓക്കെ, തെറ്റായ ബിലീഫ്, മിസ്റ്റേക്കൺ ബിലീഫ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വളരെ കോമൺ ആണ് റീഡിങ്ങിൻ്റെ സി പാർട്ടിലും ലിസണിങ്ങിൻ്റെ സി പാർട്ടിലും. നിങ്ങൾക്ക് അറിയായിരിക്കും പല രീതിയിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് ചോദിക്കുന്നത്. അതിലൊരു രീതിയാണ് ഈ കാണുന്നത് വൺ മിസ്റ്റേക്കൺ ബിലീഫ് എന്നുള്ളത്. വേറൊരു രീതി എന്ന് പറയുന്നത് റീഡിങ്ങിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വോട്ട് അസംഷൻ വാസ് പ്രൂവ്ഡ് റോങ് ബൈ ദ റിസൾട്ട് ഓഫ് ദ സ്റ്റഡി. ഇനി ഇത് മാത്രമല്ല പല ഡിഫറെൻറ്റ് രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ലിസണിങ്ങിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു തെറ്റായ ധാരണ എന്താണെന്ന് നമ്മൾ ഈ ഓഡിയോയിൽ നിന്ന് കണ്ടുപിടിക്കണം. സോ നമ്മുടെ ഓഡിയോയിൽ പറഞ്ഞത് Today, I am talking to an ENT clinic nurse called Jane Saunders and our subject is ear infection. ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ്. Jane, you must see plenty of examples of ear infection, either actual or suspected, among the patient in your clinic. സോ ഒരു ക്വസ്റ്റ്യൻ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയാണ്, ഇൻ്റർവ്യൂവർ പറയാണ്, യു മസ്റ്റ് ഹാവ് സീൻ പ്ലെൻറ്റി ഓഫ് എക്സാമ്പിൾസ് ഓഫ് ഇയർ ഇൻഫെക്ഷൻസ്. ഇയർ ഇൻഫെക്ഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജെയിൻ പറയാണ്, വെൽ യെസ്, ഓൾദോ ദ പേഷ്യൻറ്റ് വി സീ ഡു ടെൻ ടു ഹാവ് മോർ സീരിയസ് പ്രോബ്ലംസ് വിത്ത് ദെയർ ഇയേഴ്സ് ആസ് ദെയർ GP വിൽ ഹാവ് യൂഷ്വലി റെഫേർഡ് ദെം ടു അസ് ഇഫ് ദെയർ ആർ കോംപ്ലിക്കേഷൻസ്. സോ നിങ്ങൾ കേൾക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് സീരിയസ് കോൺസിക്വൻസസിൻ്റെ സിനോണിം കേൾക്കുന്നുണ്ട് അല്ലേ, സീരിയസ് പ്രോബ്ലം, കോംപ്ലിക്കേഷൻ. റെഫറൽ എന്ന വാക്ക് അല്ലേ, റെഫേർഡ് ദെം എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതായത് ബി ഓർ സി ആണെന്ന് നിങ്ങൾ ഓഡിയോ കേൾക്കുമ്പോൾ വിചാരിക്കും അല്ലേ, കാരണം ആ വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. ബട്ട് ഇൻ ഇയർ ഇൻഫെക്ഷൻസ് ആർ ക്വയറ്റ് കോമൺ എമംഗ് ദ ജനറൽ പോപ്പുലേഷൻ, പെർട്ടിക്കുലർലി ഇൻ റിലേഷൻ ടു കോൾഡ് ആൻഡ് ഫ്ലൂ, ആൻഡ് ദേ ക്യാൻ ബി വെരി പെയിൻഫുൾ ആൻഡ് പ്രൊഡ്യൂസ് ഡിസ്ചാർജ് ഫ്രം ദ ഇയർ. സോ പെയിൻഫുൾ ആണ്, ഡിസ്ചാർജ് ഫ്രം ദ ഇയർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ സീരിയസ് കോൺസിക്വൻസിൽ വരുന്നതായതുകൊണ്ട് എഗെയിൻ നമ്മൾ അത് തന്നെ കേൾക്കുന്നതുകൊണ്ട് സി ആണെന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് അനുസരിച്ച് ഈ ഓപ്ഷനിൽ പറയുന്ന വാക്കുകൾ വെച്ചിട്ടല്ല നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, ഓഡിയോയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ്. സോ താഴോട്ട് വരുമ്പോൾ പറയാണ്, ദേ ഡു ലുക്ക് അലാമിങ്. എഗെയിൻ അലാമിങ് എന്ന് പറയുന്നതും സീരിയസ് കോൺസിക്വൻസിൻ്റെ ഒരു സിനോണിം ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്.
ഇനി അടുത്തത്, ആൻഡ് പീപ്പിൾ ഓൾവേസ് ഇമ്മീഡിയറ്റ്ലി അസ്യൂം ദേ ആർ സീരിയസ്. അഗെയിൻ നിങ്ങൾ സീരിയസ് എന്നുള്ള വാക്കാണ് കേൾക്കുന്നത് അല്ലേ? ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സി ഓപ്ഷൻ ചൂസ് ചെയ്യും. ഓക്കെ, ബട്ട് നോക്കിയേ, പീപ്പിൾ ഓൾവേസ് ഇമ്മീഡിയറ്റ്ലി അസ്യൂം ദേ ആർ സീരിയസ്. ആളുകൾ വിചാരിക്കുന്നത് അത് സീരിയസ് ആണെന്നാണ്. ബട്ട് പേഷ്യൻസ് ഓൾസോ ടെൻ ടു അസ്യൂം. അഗെയിൻ അസ്യൂം ചെയ്യുന്നത് എന്താണ് പേഷ്യൻസ്? ദർ ഇസ് നത്തിങ് ദേ ക്യാൻ ഡു ദംസെൽവ്സ് അബൌട്ട് ദ ഇൻഫെക്ഷൻ ആൻഡ് ദേ നീഡ് ആൻറ്റിബയോട്ടിക്സ്. സോ ഈ ഇൻഫെക്ഷന് വേറെ ഒന്നും ചെയ്യാനില്ല, ആൻറ്റിബയോട്ടിക്സ് വേണം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. വേറാസ് ഇൻഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്നാണ്. ഓക്കെ, ശരിക്കും many infections clear up by themselves about 3 days. The symptoms can be alleviated. എന്ന് വെച്ചാൽ സിംറ്റംസ് കുറയ്ക്കാം with painkiller and warm flannel on the ear. For example, although antibiotics might be given if the infection persists or there are other symptoms such as fever, discharge from the ear. Again, fever, discharge എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ സീരിയസ് കോൺസിക്വൻസസ് ആണെന്നുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് അല്ലേ? നിങ്ങൾ ഈ ഒരു ഓഡിയോയുടെ ലാംഗ്വേജ് മനസ്സിലാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, വിചാരിക്കുന്നത് എന്താണ്. ഈ ഇൻഫെക്ഷന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നത്തിങ് ദേ ക്യാൻ ഡു ദംസെൽവ്സ്, ആൻഡ് ആൻറ്റിബയോട്ടിക്സ് വേണം എന്നാണ് ആളുകളുടെ വിചാരം. പക്ഷേ ശരിക്കും ആക്ച്വലി ശരിക്കും എന്താണ്, ഇത് ക്ലിയർ അപ്പ് ആകും 3 ഡേയ്സിനുള്ളിൽ. ആൻഡ് പെയിൻ കില്ലറും വാം ഫ്ലാനലും വെച്ചിട്ട് ഇത് സിംറ്റംസ് കുറയ്ക്കാം. ഓക്കെ, ഒരു കാര്യം ആളുകൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇൻഫാക്ട് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആളുകളുടെ തെറ്റിദ്ധാരണ ഈ ഓഡിയോയിലൂടെ കറക്റ്റ് ചെയ്യാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്താണ്? ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ അതാണ് മിസ്റ്റേക്കൺ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും സോ ഇതാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സീരിയസ് കോൺസിക്വൻസസ് എന്നുള്ളതും റെഫറൽ എന്നുള്ളതും ഓഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും അത് മിസ്റ്റേക്കൺ ബിലീഫ് അല്ല. ഓക്കെ, ആൻറ്റിബയോട്ടിക് മാത്രമേ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുന്ന, അതല്ലാതെ മറ്റ് ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ഓക്കെ, സോ ഓഡിയോയിൽ ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ച് ലാംഗ്വേജ് മനസ്സിലാക്കി കേൾക്കേണ്ട ക്വസ്റ്റ്യൻ ടൈപ്സും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ്റെ വാക്കുകൾ വെച്ചിട്ടും ഇപ്പോൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ വാക്കുകൾ, ഇപ്പോൾ സീരിയസ് കോൺസിക്വൻസ് കേട്ടതുപോലെ ആ സീരിയസ് കോൺസിക്വൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആൻസറായിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, പക്ഷേ ലാംഗ്വേജ് വെച്ചിട്ട് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ റീഡിങ്ങിലും ഇതേപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ വരാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴും പല രീതിയിലാണ് ചോദിക്കുന്നതേ ഉള്ളൂ. സോ മിസ്റ്റേക്കൺ ബിലീഫ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണയാണ് എന്ന് ഇവിടെ എവിടെയും ഓഡിയോയിൽ പറയുന്നില്ല, ഇതാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഒന്നേ ഉള്ളൂ എന്ന് ഡയറക്റ്റ്ലി പറയുന്നില്ല. ഇത് തെറ്റിദ്ധരിക്കുകയാണെന്ന് നമ്മൾ ആ ഓഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് വെച്ചിട്ട് ഇൻഫാക്റ്റും അതുപോലെ തന്നെ വേറാസും അതുപോലെ തന്നെ അസ്യൂം എന്ന വാക്കുകൾ വെച്ചിട്ട് അത് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാക്കി കേൾക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ മറ്റൊരു കാര്യവും ഇവിടെ കറക്റ്റ് ചെയ്ത് പറയുന്നില്ല. അതുകൊണ്ടാണ് മറ്റൊന്നും ആൻസറായിട്ട് വരാത്തത്. ഓക്കെ, സോ എപ്പോഴും നമുക്ക് ലിസണിങ്ങിൻ്റെ പാർട്ട് സിയിൽ ഓപ്ഷനകത്ത് ഒരു വാക്ക് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ലിസണിങ്ങിൻ്റെ സി പാർട്ടിൻ്റെയും ക്വസ്റ്റ്യൻ ടൈപ്സ് മനസ്സിലാക്കി വേണം നമ്മൾ ഓഡിയോ കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ OET ലിസണിങ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്സ് മനസ്സിലാക്കി OET പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ തന്നെയാണ് JM അക്കാഡമിയിൽ OETയുടെ റീഡിംഗ് ലിസണിങ്ങിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.